ജീവിതത്തിൽ നിങ്ങൾ വളരെ പറയുന്നൊരു ഡയലോഗായിരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ. ഈ ഇമോഷണൽ റീസണിങ്ങിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ ക്ലീൻ ആവാനാ? ഇതിപ്പോൾ സാധിക്കുന്ന കാര്യമല്ല എന്ന് വെച്ചിട്ട് നിങ്ങളത് നീക്കി വയ്ക്കും. അതിനുശേഷം കുറേ നാളിങ്ങനെ നീക്കി വെച്ച് സഹികെട്ട് ഒരു 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ജസ്റ്റ് 2 സ്റ്റെപ്പ് എടുത്ത് വെക്കും. ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് 2 കാര്യം ക്ലീൻ ചെയ്യുമ്പോഴേക്കും ചെയ്ത കാര്യത്തിൽ നിന്നും കോൺഫിഡൻസ് കിട്ടിയിട്ട് അതിൽ നിന്നും മോട്ടിവേഷൻ കിട്ടിയിട്ട് നിങ്ങൾ മൊത്തം ക്ലീൻ ചെയ്യും. അതിനുശേഷം പലപ്പോഴും നിങ്ങളിരുന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇത് ഇത്രയേ ഉള്ളൂ ഈ കാര്യം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പലപ്പോഴും വിഷാദരോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ വിഷാദരോഗം തുടങ്ങാനും അത് നിലനിന്ന് പോകാനുമായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചിന്താവൈരുദ്ധ്യങ്ങളാണ്, അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ഏഴാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ഇമോഷണൽ റീസണിങ്. അതായത് നമ്മളുടെ വികാരങ്ങൾ കൊണ്ട് കാരണങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ കാരണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്താവൈരുദ്ധ്യം. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ നിങ്ങൾ സത്യത്തിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക ചെയ്യുന്നത്. ഇതിനൊരു ഉദാഹരണമാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം അതിൽ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ മണ്ടനാണെന്ന് തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ മണ്ടനാണ് എന്ന് വിശ്വസിക്കുന്നത്. ഇത് വലിയൊരു മണ്ടത്തരമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സിന് കാരണഹേതുവാവെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെയാണ്. ഈ നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളെന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധാരണകളുള്ളതായി കഴിഞ്ഞാലോ, അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫീലിങ്സിന്, നിങ്ങളുടെ ഇമോഷൻസിന് എന്ത് വാലിഡിറ്റിയാണ് ഉണ്ടാവുക? അപ്പോൾ ആ ഇമോഷൻസിനെ മാത്രം റിലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക? ഇനി പലപ്പോഴും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ചെറിയ പല കാര്യങ്ങൾക്കും വേണ്ടി കുറ്റബോധം തോന്നുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ കുറ്റബോധം തോന്നുന്ന സമയത്ത് നിങ്ങളൊരു പക്ഷെ ചിന്തിക്കാം, ഞാൻ എന്തെങ്കിലും ഭീകരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ശരിയാണോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്ക്. ഇനി പലപ്പോഴും നിങ്ങൾക്ക് ഡിപ്രഷൻ അനുഭവിക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഭാരമേറിയതും അല്ലെങ്കിൽ പ്രത്യാശയില്ലാത്ത രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾ ചിന്തിച്ച് വിശ്വസിക്കാൻ തുടങ്ങുകയാണ്, എൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും സോൾവ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ശരിക്കും അങ്ങനെയാണോ? എനിക്ക് സ്വയം വില കൽപ്പിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്കൊരു വിലയുമില്ലാത്ത കേവലനായിട്ടുള്ള മനുഷ്യനാണോ? എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബെഡിൽ കിടന്നുറങ്ങുകയാണോ ചെയ്യണ്ടേ? സോ ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഉദാഹരണത്തിനായിട്ട് അവസാനം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടൊരു മൂഡ് തോന്നുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്ന പല സമയത്തും നിങ്ങൾ ബെഡിൽ ഒതുങ്ങിക്കൂടി കിടന്നിട്ടുണ്ടായിരിക്കും. കാരണം അത്തരത്തിലുള്ള ചിന്ത നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകാത്ത അവസ്ഥയിൽ ആക്കി തീർത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നു ചെയ്യണ്ടേ? പലപ്പോഴും ഡിപ്രഷനിൽ നിന്നും മാറ്റം കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അതിന് എഗനിസ്റ്റായിട്ട് ആക്ട് ചെയ്യാണ് വേണ്ടേ. ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് മൂടില്ല എന്നുള്ള ചിന്ത എന്ന് പറയുന്നത് ചിന്താ തെറ്റിദ്ധാരണയാണ്, ചിന്താവൈരുദ്ധ്യമാണ്. അതിനെ മനസ്സിലാക്കിയിട്ട് അത് ചിന്തയിലുള്ള പ്രശ്നമാണ്, യഥാർത്ഥത്തിൽ എനിക്ക് ശാരീരികപരമായിട്ടൊരു പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഡിപ്രഷനുള്ള കാരണം അത്തരത്തിലുള്ള ചിന്തകൾ നിലനിൽക്കുന്നതാ എന്നുള്ള ധാരണയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എണീറ്റ് പോവുകയാണ് വേണ്ടേ. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിഹേവിയർ കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ മാറുകയും ചിന്തകൾ മാറുന്നതിന് തൽഫലമായിട്ട് നിങ്ങളുടെ ഇമോഷൻ മാറുകയും അങ്ങനെ നിങ്ങൾ ഹാപ്പിയർ ആവുകയും ചെയ്യുന്നത്. ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏറ്റവും എവിഡൻസ് ബേസ്ഡ് ഉള്ള ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ എന്ന് പറയും. ബിഹേവിയറൽ ആക്ടിവേഷൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഹേവിയറൽ ആക്ടിവേഷനെയും ഡിപ്രഷനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചാനലിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷണൽ റീസണിങ് എന്ന് പറയുന്ന ഈ ചിന്താവൈരുദ്ധ്യം ഡിപ്രഷനുള്ള ഏറ്റവും വലിയൊരു കാരണഹേതുവാണ്. നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ അവ സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവയെ ചലഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ കാര്യങ്ങളെ ചലഞ്ച് ചെയ്യാതെ തുടരുമ്പോൾ നിങ്ങൾ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെ പറയുന്നൊരു ഡയലോഗായിരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ. ഈ ഇമോഷണൽ റീസണിങ്ങിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇമോഷണൽ റീസണിങ് എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിക്കാനായിട്ട് പുസ്തകം എടുത്തിരിക്കുക, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഇത്രയും വലിയ സംഭവമാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല. അവിടെ പുസ്തകം കുറേ നേരം അങ്ങനെ ഇരുന്ന് ചിന്തിക്കും.
അതിനുശേഷം പതുക്കെ പുസ്തകം ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തേക്ക് നിങ്ങൾ മാറിപ്പോവുക ചെയ്യാം, അല്ലേ? അപ്പോൾ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? അങ്ങനത്തെ പുസ്തകത്തിനെ കുറിച്ച് പ്രൊക്രാസ്റ്റിനേഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന ആ ഭാഗം അത് ചെയ്യാനായിട്ടുള്ള ആദ്യ പടി വയ്ക്കുക. 2 പേജാണെങ്കിൽ 2 പേജ് വായിക്കുക. വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് അത്. ആ 2 പേജ് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മോട്ടിവേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസും നൽകുന്നതായിരിക്കും. ഇതിൻ്റെ മറ്റൊരു സാഹചര്യം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഡെസ്കോ മറ്റു കാര്യങ്ങളൊക്കെ അൺക്ലീൻ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കിടന്നിട്ട് ക്ലട്ടേഡ് ആയിട്ടൊരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ദിവസം ചിന്ത മനസ്സിലേക്ക് വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ഇത്രയും സംഭവമുണ്ട്, ഇതെങ്ങനെ ക്ലീൻ ആവാനാ, ഇതിപ്പോൾ സാധിക്കുന്ന കാര്യമല്ല എന്ന് വെച്ചിട്ട് നിങ്ങളത് നീക്കി വയ്ക്കും. അതിനുശേഷം കുറേ നാളിങ്ങനെ നീക്കി വെച്ച് സഹികെട്ട് ഒരു 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ജസ്റ്റ് 2 സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും. ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് 2 കാര്യം ക്ലീൻ ചെയ്യുമ്പോഴേക്കും ചെയ്ത കാര്യത്തിൽ നിന്നും കോൺഫിഡൻസ് കിട്ടിയിട്ട് അതിൽ നിന്നും മോട്ടിവേഷൻ കിട്ടിയിട്ട് നിങ്ങൾ മൊത്തം ക്ലീൻ ചെയ്യും. അതിനുശേഷം പലപ്പോഴും നിങ്ങളിരുന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇത് ഇത്രയേ ഉള്ളൂ ഈ കാര്യം, ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നതായിരുന്നുള്ളൂ, ഞാൻ എത്രയോ നാളോ ഇത്തരത്തിലുള്ള ചിന്താഗതി കാരണം ഇത് മാറ്റിവെച്ച് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഇമോഷണൽ റീസണിങ് കാരണം നിങ്ങൾ മണ്ടത്തരത്തിലേക്ക് വീണ് പോകായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല, ഇപ്പം എനിക്ക് അതിനുള്ള എനർജി ഇല്ല, കുറേ ഉണ്ട് എന്നുള്ള ഇമോഷണൽ റീസണിങ് കാരണം കാര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങളത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോകുമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിഷാദത്തെയും അതുപോലെ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കണ്ടൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും അത് കാണുക. വിഷാദം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താരീതികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടതെല്ലാവർക്കും നന്ദി. നമസ്കാരം.